ബിഗ് ബോസ് മലയാളം സീസൺ 7 12-ാം ആഴ്ചയിലെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടാസ്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലത്തേത് ആദ്യ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കച്ചിത്തുരുമ്പ് എന്ന ടാസ്ക് ആയിരുന്നു. നല്ല വിഷമം പിടിച്ചൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ബിഗ് ബോസ് ഒരു കുരിശ് പോലെയുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നവർക്ക് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഫസ്റ്റ് ടാസ്കിൽ വിജയിച്ച് പോയിന്റ് നേടും. എല്ലാ ടാസ്കുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്കാണ് ടിക്കറ്റ് ഫിനാലയിലേക്ക് ഉള്ള അവസരം ലഭിക്കുക. ഈ ടാസ്കിൽ ആദ്യം പോകുന്ന വ്യക്തിക്ക് 1 പോയിൻറ്റും പിന്നെ അവസാനം പോകുന്ന വ്യക്തിക്ക് 9 പോയിൻ്റ് എന്ന ക്രമത്തിലാണ് കേട്ടോ പോയിൻ്റ് കൊടുത്തിരുന്നത്. കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ വിജയിച്ച ആര്യന് 5 മിനിറ്റിൻ്റെ സമയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തിരുന്നു. ഇതിൽ ഈ ഗെയിമിൽ ആദ്യമായിട്ട് ക്വിറ്റ് ചെയ്തത് ഷാനവാസ് ആയിരുന്നു. അയാൾക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ വേഗം തന്നെ ക്വിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് നെവിൻ ആയിരുന്നു ക്വിറ്റ് ചെയ്ത്. നെവിൻ ക്വിറ്റ് ചെയ്തപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത് കുറച്ച് തിന്നണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നെവിൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അരമണിക്കൂറായപ്പോൾ തന്നെ നെവിൻ അലറി കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത്ര ഹെവി ടാസ്ക് ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ കുറച്ച് കൂളായിട്ട് നിന്നിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ നെവിൻ ആദ്യം മുതൽക്ക് തന്നെ തുടങ്ങിയപ്പോൾ തന്നെ നല്ല അലറി വിരിച്ച് കരയുന്നുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് പോയത് അനീഷായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നാലാമതായിട്ട് അക്ബറും ക്വിറ്റ് ചെയ്തു. പിന്നെ അഞ്ചാമതായിട്ട് ആദിലയാണ് ക്വിറ്റ് ചെയ്തത്. ആദിലയ്ക്ക് തല കറങ്ങി അനീഷും ഷാനവാസും ചേർന്ന് കൺഫെഷൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആറാമതായിട്ട് 2 മണിക്കൂറിന് ശേഷം അനിമോൾ ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്തു. ഗെയിമിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഊരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈയൊന്ന് എടുത്ത് മൈക്ക് അത് ഊരിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് മഴ തോർന്നപ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏഴാമതായിട്ട് നൂറയാണ് ക്വിറ്റ് ചെയ്തത്. ആര്യനും സാബുമോനും നൂറെ ക്വിറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ നല്ലൊരു പോരാളിയാണ്, വാരിയറാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആര്യനും സാബുമോനും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 5 മണിക്കൂർ വരെ അവർ പിടിച്ചു നിന്നു. രണ്ടുപേരും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ആര്യൻ ഒരു സജഷൻ വെച്ചു, നമുക്കൊരു ഗെയിം വെക്കാം, അതിൽ തോൽക്കുന്ന വ്യക്തി ആദ്യം ക്വിറ്റാവണമെന്ന്. എന്നിട്ട് രണ്ടാളും ഗെയിം വെച്ചു. ആര്യൻ അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നിട്ടും സാബുമോൻ അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ രണ്ടാളും തർക്കിക്കുന്നതിൻ്റെ ഇടയിൽ സാബുമോൻ അറിയാണ്ട് കൈയെടുത്ത് ആര്യന് നേരെ ചൂണ്ടി. ആര്യനപ്പോൾ പറയുന്നുണ്ട് സാബുമോൻ ക്വിറ്റായി നിന്ന്. പക്ഷേ സാബുമോൻ എന്നിട്ടും അത് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒടുവിൽ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു സാബുമോൻ ക്വിറ്റായിരിക്കണമെന്ന്. അതോടുകൂടിയിട്ട് ആര്യൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നത് നൂറയുടെ പെർഫോമൻസ് ആയിരുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നൂറ കാഴ്ചവെച്ചത്.